ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, പിശാചിന് ഒരു അധികാരവുമില്ല അലല്ലദീന ആമനു, ഈമാനുള്ളവരുടെ മേൽ. അത് പോരാ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സദാസമയവും റബ്ബിന്റെ തവക്കുലാണ്. അപ്പൊ ഈ അസ്ൽ ഈമാൻ അത് മതിയാവില്ല. അസ്ൽ ഈമാനുള്ള ആളുകൾ അസ്ൽ ഈമാനുള്ളത് കൊണ്ട് മാത്രം മുതവക്കിലീങ്ങളാവുകയില്ല. ഒരു അസ്ൽ ഈമാൻ അവർക്കുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് തവക്കുൽ ഉണ്ടാവില്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഈമാൻ അടിയുറച്ചു എന്നതിന്റെ ഫൗണ്ടേഷനാണ്. തവക്കുലിൽ നിന്ന് പിന്നെ ഒരു നിഹായത്തില്ല. തവക്കുൽ വളരുകയാ ചെയ്യുക. അതിന് എതുവരെ വളരും, അതിൽ എതുവരെ വളരുമെന്ന് പറയാൻ പറ്റൂല. അസുലഹ സാബിത്തുൻ വഫറുഹ ഫിസ്സമാ. തവക്കുലിന് ഒരു പരിധിയില്ല. അത് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു സാധുവായ മുത്തവക്കിലായ മനുഷ്യന്റെതും തവക്കുലാണ്. സിദ്ദീഖുൽ അക്ബറിന്റെതും തവക്കുലാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ തവക്കുലിന് തവക്കുലു താമ്മ് എന്ന് പറയും, സമ്പൂർണമായ തവക്കുൽ. എന്നാൽ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു തവക്കുലുണ്ടായാൽ നമുക്കത് കാഫിയാവൂലേ? ആവും. പക്ഷെ ഈമാൻ അസ്ൽ ഈമാൻ ഉള്ളതുകൊണ്ട് അള്ളാഹു ഏകനാണെന്നും അള്ളാഹു റബ്ബാണെന്നും മുത്തനബി റസൂലാണെന്നും അന്ത്യനാൾ ഉണ്ടാകുമെന്നും ഹിസാബ് ഉണ്ടാകുമെന്നുമുള്ള വിശ്വാസം ഉണ്ടായത് കൊണ്ട് മാത്രം സദാ കാര്യങ്ങളിലും എന്തുണ്ടായിക്കൊള്ളണം എന്നില്ല. എന്തുണ്ടായിക്കൊള്ളണം എന്നില്ല, തവക്കുൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. തവക്കുൽ എന്നത് സകല കാര്യങ്ങളും അള്ളാഹുവിന് വിട്ടുകൊടുക്കാണ്. എന്റെ റബ്ബ് എനിക്ക് കാഫിയാണ് എന്ന് വിചാരിക്കലാണ്. എന്റെ റബ്ബിൽ ഞാൻ റാളിയാകലാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അത് അസ്ൽ ഈമാനല്ല, അത് അസ്ൽ ഈമാനേക്കാൾ വളർന്നതാണ്. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹു എന്ന് പറയുമ്പോഴത്തിന് അവരുടെ ഹൃദയം വല്ലാത്ത ഒരു ഈമാൻ തുടികൊട്ടുകയും അവരുടെ ഖൽബ് വല്ലാതെ ഉണരുകയും ചെയ്യും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. സാദത്തുഹും ഈമാനാ, അപ്പോൾ അസ്ൽ ഈമാനല്ല, സാദത്തുഹും ഈമാനാ. ഓരോ സന്ദർഭത്തിലും അള്ളാഹിന്റെ നിർദ്ദേശങ്ങൾ അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിന്റെ തവക്കുലായിക്കൊണ്ടേയിരിക്കും. അവരാണ് സമ്പൂർണ്ണ മുഅ്മിനീങ്ങൾ. ഇനി അതിന് വളർച്ച അങ്ങനെ കയറി പോകും. അതിനൊരു പരിധിയോ പരിധി ഉണ്ടാവില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ തവക്കുൽ പൂർത്തിയായോ? അതിന്റെ അപ്പുറത്താണ് അംബിയാവിന്റെ തവക്കുൽ, അതിന്റെ അപ്പുറത്താണ് മുസ്തഫ നബിന്റെ തവക്കുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങോട്ട് കയറും. തവക്കുലിനനുസരിച്ച് അബ്ദും മഅബൂദും തമ്മിലോ യോജിക്കുക, വിടവില്ലാതിരിക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ശൈഖ് മുതവല്ലി ശഅറാബി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറായ ഖവാത്തുൽ ഈമാനിയ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സൂറത്തുൻ നഹ്ലിലെ 99-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നു. യുവള്ളിഹുൽ ഹഖ് തബാറക വ തആല, അല്ലാഹു തആല വ്യക്തമാക്കി തരുന്നു, അന്ന തസല്ലുത ശൈത്താൻ, പിശാചിന്റെ അധികാരം ലാ യഖഉ അലാ മൻ ആമന ബിഹി റബ്ബാ വലജഅ ഇലൈഹി വഅതസമ ബിഹി. ലാ യഖഉ, പിശാചിന്റെ സ്വാധീനം സംഭവിക്കുകയില്ല. അലാമൻ ആമന ബിഹി, അല്ലാഹുവിൽ ഈമാൻ കൊള്ളുകയും, വലജഅ, അവൻ അഭയം ചേർന്നു, ഇലൈഹി വഅതസമ ബിഹി, അവൻ പിടിച്ചു നിന്നു, അവൻ അഭയം തേടി. ആരോട്? അല്ലാഹുവോട്. അതായത് സകല കാര്യങ്ങളും ദീനൻ വ ദുനിയൻ ഹർക്കത്തൻ വ സുകൂനൻ, ഏത് സെക്കൻഡിലും അവൻ ആരിൽ അഭയം തേടുന്നു, ആരിലാണ് അവൻ ചേർന്നിട്ടുള്ളത്? അല്ലാഹ്. എന്തായാലും പ്രശ്നമില്ല, എന്ത് പ്രശ്നമില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വലിയ ഇഫ്കിന്റെ സംഭവം ഉണ്ടായി, എന്നൊരു പ്രശ്നമുള്ള സംഭവം ഉണ്ടായി. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. വലിയ പ്രയാസമുള്ള സംഭവമാണ് ആ സംഭവം. ആ വിഷയത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ത്വാഹിറത്തും മുത്ഹറത്തുമാണ് എന്ന് അറിയിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ സൂറത്തുൻ നൂർ ഇറങ്ങി. അപ്പോൾ എല്ലാവരും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ പ്രശംസിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. അപ്പോൾ ആയിഷ ബിബി പറഞ്ഞു, എനിക്ക് ഇതിന്റെ അവസാനം ഗുണമായിട്ടേ വരൂ എന്നെനിക്കറിയാം. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ പരിശുദ്ധയാണ് ഈ വിഷയത്തിൽ. ഒന്ന്. രണ്ടോ, ഞാൻ സഫ്വാൻ ബിൻ മുഅത്തലിന്റെ ഒട്ടകപ്പുറത്തേക്ക് കയറിയപ്പോൾ എന്റെ നാവിലും മനസ്സിലും ഒരാളെ ഉള്ളൂ. ആര്? ഞാൻ സഫ്വാൻ ബിൻ മുഅത്തൽ എന്ന ചെറുപ്പക്കാരൻ ഒറ്റക്ക് വന്നു. അദ്ദേഹം യാത്രാ സംഘത്തിന്റെ ബേക്കിൽ വരുന്ന ആളാണ്. ഞാനാകട്ടെ യാത്രാ സംഘം പിരിഞ്ഞു പോയത് കൊണ്ടുള്ള വിഷമത്തിൽ വീണ് അവിടെ അറിയാതെ തളർന്നുറങ്ങിപ്പോയി. ആര്? ആയിഷത്തു സിദ്ദീഖ
റളിയല്ലാഹു അൻഹാ ആ തളർച്ചയിൽ പിന്നെ ഞാൻ ഉണരുന്നത് സഫ്വാന്റെ ഒട്ടകത്തിന്റെ ശബ്ദം കേട്ടാണ് എന്നല്ല. സഫ്വാൻ പറയുകയും ചെയ്തു, സൗജത്തു റസൂലില്ലാഹി ഫി ത്വരീഖ്, റസൂലുള്ളാഹിന്റെ ഭാര്യ വഴിയിൽ വീണുപോയോ എന്ന്. വഴിയിൽ വീണുപോയ ആളുകളെയൊക്കെ എടുക്കുക എന്നത് നിലക്കാണ്. സാധനങ്ങളോ മറ്റോ വീണുപോയാൽ എടുക്കാൻ വേണ്ടിയാണ് ബേക്കിൽ ഒരാൾ വരിക. അപ്രാവശ്യം ബേക്കിൽ വന്നത് ആരാ? സഫ്വാനാണ് റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ആര്? സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, സയ്യിദുനാ സഫ്വാൻ റളിയല്ലാഹു അൻഹു മഹാനാണ്. അപ്പൊ നോക്ക് നിങ്ങൾ അങ്ങനെ ഞാൻ വേഗത്തിനൊന്നും ചെയ്തില്ല. കുട്ടിപ്രായത്തിലെ ആയിഷ ബീവിയെ കണ്ടിട്ടുണ്ട്. ആര്? സഫ്വാന്, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ആത്മകഥം ചെയ്തു, റസൂലുള്ളാഹിന്റെ ഭാര്യ വഴിയിൽ വീണുപോയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം എന്ത് ചെയ്ത്? ഒട്ടകത്തിനെ പുറത്തേക്ക് കയറി. ആര്? ഒന്നും വേണ്ടിയതൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്തു? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ചെറുപ്പക്കാരന്റെ കൂടെ പോവാണ്. ഒന്നും സംഭവിക്കൂല അവരത്രയും. പക്ഷേ ഇരുമിൽ വർത്തമാനം ഉണ്ടാക്കാൻ കഴിയും. ആർക്ക്? ശത്രുക്കൾ വർത്തമാനം ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ ഒട്ടകപ്പുറത്ത് കയറിയത് മുതൽ ഒട്ടകം ഇറങ്ങുന്നത് വരെ ഞാൻ പറഞ്ഞത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു മതി, ഞാൻ ഏൽപ്പിച്ചത് അല്ലാഹുവിനെയാണ്, അവൻ ഏറ്റവും ഉത്തമനാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. എന്ത് സംഭവിച്ചാലും, എന്ത് പരീക്ഷ ഉണ്ടായാലും അവസാനം ലാഭമേ ഉണ്ടാകൂ എന്നെനിക്കറിയാം. കാരണം അല്ലാഹു ഉള്ളിലും പുറത്തും ഇത് കൊണ്ടു നടക്കാൻ എനിക്ക് അവസരം നൽകി. ഏത് വാക്ക്? അത് വാക്ക് മാത്രമല്ല, ഉള്ളിലും പുറത്തും ആ വാക്കാണ് ഹസ്ബി അല്ലാഹു. അല്ലാഹുവിൽ ചേർന്ന ഒരാൾക്ക് ഒന്നും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ആല ഇംറാൻ. നിങ്ങളെ കൈകാര്യം ചെയ്ത് നശിപ്പിക്കാൻ മക്കക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മുനാഫിഖീങ്ങളും മറ്റു ചിലരും മദീനയിൽ പറഞ്ഞു പരത്തിയപ്പോൾ മുഅ്മിനീങ്ങൾ എന്തു പറഞ്ഞു? വഖാലു ഹസ്ബുനല്ലാഹു വസാദഹും ഈമാനാ. ആ പറയുന്ന ആളുകളുടെ വർത്തമാനം ഇവർക്ക് കൂട്ടിയത് എന്താണ്? ദുർബലതയല്ല. എന്ത് കൂട്ടി? വഖാലു, അവരെന്ത് പറഞ്ഞു? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അപ്പോൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്ന തസല്ലുത ശൈത്വാനി ലാ യഖഉ അലാ മൻ ആമന ബിഹി റബ്ബാ. അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കുകയും വലജാ ഇലൈഹി വഅതസമ ബിഹി, അല്ലാഹുവിൽ സമ്പൂർണ്ണമായി അഭയം തേടി, അല്ലാഹുവിൽ സമ്പൂർണ്ണമായി എനിക്ക് അല്ലാഹു മതി എന്ന വിചാരത്തിലും വിശ്വാസത്തിലും എന്നുറപ്പിലും ഉറച്ച് അല്ലാഹുവിലേക്ക് അഭയമായി ചേർന്ന ആളുകളെയും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ആർക്ക് കഴിയൂല? പിശാചിന് കഴിയുകയേ ഇല്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് വമാ ദുംത ആമൻത ബില്ലാഹ് ഫഅൻത ഫീ മഅയ്യത്തില്ലാഹി വഹിഫ്ളിഹി. വമാ ദുംത ഫീ ആമൻത ബില്ലാഹ്, നീ അള്ളാഹുവിന്റെ ഈമാനിൽ ദായിമാവുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഈമാനിൽ ദായിമാവൽ എങ്ങനെ? എനിക്ക് അള്ളാഹു മതി എന്ന സദാസമയവും എനിക്ക് അള്ളാഹു മതി എന്ന വിശ്വാസത്തെ കൊണ്ട് നടക്കുക. വമാ ദുംത ആമൻത ബില്ലാഹ്, ആമൻത ബില്ലാഹ് എന്നല്ല, വമാ ദുംത ആമൻത ബില്ലാഹ്, നീ അള്ളാഹുവിന്റെ വിശ്വാസത്തിലായി എന്താവണം? വമാ ദുംത ആമൻത ബില്ലാഹ്, നീ അള്ളാഹുവിന്റെ ഈമാനിലായി എന്താവണം? ദായിമാവണം, സദാസമയവും. അങ്ങനെയായാൽ നീ അള്ളാന്റെ കൂടെ, അള്ളാന്റെ സംരക്ഷണത്തിൽ. നീ അള്ളാഹുവിന്റെ ഈമാനിൽ ദായിമാവുകയാണെങ്കിൽ എന്നോ പഠിച്ചോൻ റബ്ബാന്ന് വിശ്വസിച്ച് നടന്നാൽ പോരാ. അത് ഖൈറല്ലേ? ഖൈറാണ്, അതിന് അസ്ലിമ എന്ന് പറയും. പക്ഷെ സദാസമയവും അള്ളാഹു എനിക്ക് മതി എന്ന ആ ഈമാനിൽ നീ നടക്കുകയാണെങ്കിൽ നീ ആരെ കൂടെയാണ്? അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, നീ അള്ളാന്റെ വഫദിലാണ്, നീ അള്ളാന്റെ ഹിസ്ബിലാണ്, അള്ളാന്റെ പാർട്ടിയാണ്. നീ അള്ളാന്റെ പാർട്ടി ആകണമെങ്കിൽ സന്തോഷത്തിലും സന്താപത്തിലും ആരെ കൂടെ ആകണം? അള്ളാഹ്. فأنت في معيته بحفظه ولا يستطيع الشيطان وهو مخلوق لله. ഈ അല്ലാഹു എന്ന ഖാലിഖിന്റെ കൂടെയാണെങ്കിൽ വലാ യസ്തതിഉ ശൈത്താൻ, പിശാചിന് കഴിയുകയില്ല. വഹുവ മഖ്ലൂഖുൻ,
ഇജ് ഖാലിഖിന്റെ കൂടെയാണെങ്കിൽ മഖ്ലൂക്കിന് കഴിയൂല. എന്ത് കഴിയൂല? നിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ. കാരണം ഈ ആരെ കൂടിയാ? ഈ ഖാലിഖിന്റെ കൂടെയാവുമ്പോൾ ഒരു മഖ്ലൂക്കിന് നിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിന്നെ ജയിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കും, എന്നിട്ട് തോറ്റു. നിന്നെ ജയിക്കാൻ നീ ആരുടെ കൂടെയാണ്? അള്ളാഹുവിന്റെ കൂടെയായാൽ കഴിയില്ല. അപ്പോൾ ഇദൻ അൽ ഹിസ്നുൽ ലദീ യഖീനൻ കൈദ ശൈത്താൻ, പിശാചിന്റെ ചതിയെ തടയാവുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട യഖീനായ കോട്ട, ഒരു കോട്ട. അൽ ഹിസ്നുൽ ലദീ, ഒരു സംരക്ഷണം, ഒരു കോട്ട. യഖീനൻ, ഉറപ്പായ സംരക്ഷണം. കൈദ ശൈത്താൻ, പിശാചിന്റെ ചതിയെ തടയാൻ കഴിയുന്ന ഉറപ്പായ സംരക്ഷണം. അൽ ഈമാനു ബില്ലാഹ് വത്തവക്കുലു അലൈഹി, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ ഈമാൻ കൊള്ളുകയും സദാ വത്തവക്കുലു അലൈഹി, സദാ സമയം ആരെ ഏൽപ്പിക്കാം? എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. എന്തിനും എന്തൊന്നാലും ഒരു കാര്യം പറഞ്ഞ ഒരാളെ എന്നെ പേടിപ്പിക്കൂല. മറ്റേ പെണ്ണുങ്ങൾ പേടിപ്പിക്കും. ആര് പേടിപ്പിക്കും? സ്വന്തം ഭാര്യ പേടിപ്പിക്കും. അപ്പൊ ഈ തോറ്റു. സ്വന്തം ഭാര്യ പേടിപ്പിക്കുമ്പോൾ ഈ തോറ്റു. കുട്ടികൾ പേടിപ്പിച്ചാൽ തോറ്റു. കുട്ടികൾ പേടിപ്പിച്ചിട്ട് തോറ്റുപോയ ആളുകളുണ്ട്, ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നവരുണ്ട്. എനിക്കറിയാം, നമ്മളെ സദസ്സിലോ ചിലപ്പോൾ ഉണ്ടാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം മക്കൾ പേടിപ്പിച്ചിട്ട് തോറ്റു, സ്വന്തം ഭാര്യ പേടിപ്പിച്ചിട്ട് തോറ്റു. ആര് പേടിപ്പിച്ചാലും തോറ്റു. എന്നെ തോൽക്കൂല. നീ ആരുടെ കൂടെയാണെങ്കിൽ? അല്ലാഹുവിന്റെ കൂടെയാണെങ്കിൽ. നീ സദാസമയവും അല്ലാഹുവിലാണ് എങ്കിൽ, അല്ലാഹുവിനെ ഏൽപ്പിച്ച ആളാണ് എങ്കിൽ, ولا يستطيع الشيطان وهو مخلوق لله أن يتسلط عليك أو يغلبك. إذن الحصن الذي يقينا كيد الشيطان هو الإيمان بالله والتوكل على الله. حسبي ربي جل الله. ഒളിവാട്ടെ, ഹാളിന് ഒളിവാട്ടെ, ഹാളിന് ഒളിവാവട്ടെ, ഹാളിന് ഒളിവാട്ടെ. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. അല്ലാഹു വലി, അല്ലാഹു വലി. സ്വല്ലു അലാ ഹാദൻ നബി മുഹമ്മദ്. ഇനി അപകടകരമായ 4 കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ അപകടകരമായ 4 വഴികളും നമ്മൾ തുറന്നു വെച്ചാലോ നമുക്ക് ഈമാനിൽ പോകാനും കഴിയില്ല, തവക്കുലിൽ പോകാനും കഴിയില്ല. നമുക്ക് ഒരു സ്ഥലം വൃത്തിയാക്കണമെങ്കിൽ, കൽബിൽ ഈമാനും തവക്കുലും ഉണ്ടാകണമെങ്കിൽ കൽബിലേക്ക് വൃത്തികേട് വരുന്ന 4 വഴി അടക്കണം. അല്ലാതെ കൽബിൽ അള്ളാഹുവിന് സാമ്രാജ്യം കൊടുക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ സാമ്രാജ്യമാണ് ഏത്? ത്വഹിർ ബൈതി, ത്വഹിർ ബൈതൻ അസ്കുനു ഫീഹി, എനിക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ ശുദ്ധീകരിച്ചിടണം മൂസ എന്ന് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു. മൂസ, എനിക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ നീ ശുദ്ധീകരിച്ചു വെക്കണം എന്ന് മൂസാ നബിയോട് പറഞ്ഞു. ആര്? അപ്പോൾ അള്ളാഹുവോട് മൂസാ നബി ചോദിച്ചു, വകൈഫ അത്ലുഖു ബൈതൻ യസഉക യാ റബ്ബി വഅൻത റബ്ബി വഅൻത ഇലാഹി വഇലാഹുൽ ആലമീൻ. ലോകത്തിന്റെ രക്ഷിതാവായ നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ വകൈഫ അത്ലുഖു ഫൈന അത്ലുഖു, ഞാൻ എങ്ങനെ അന്വേഷിക്കും, ഞാൻ എവിടെ അന്വേഷിക്കും? ബൈതൻ യസ്കുനു തസ്കുനു ഫീഹി, നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ എവിടെ അന്വേഷിക്കും? വഅൻത റബ്ബി വഇലാഹി വഇലാഹുൽ ആലമീൻ, നീ എന്റെയും ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. എവിടെ കിട്ടാനാണ്? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ത്വഹിർ ഖൽബക ബൈതി ഖൽബു അബ്ദി അൽ മുഅ്മിൻ ലാ യസഉനി ലാ തസഉനി വൽ അർളി വലാ സമാഇ വലാകിൻ യസഉ ഖൽബി അബ്ദി അൽ മുഅ്മിൻ. സുബ്ഹാനല്ലാഹ്. മൂസ പറഞ്ഞത് ശരിയാണ്. ആകാശം എനിക്ക് പാർക്കാൻ മതിയാവുകയില്ല, ഭൂമിയെ എനിക്ക് പാർക്കാൻ മതിയാവുകയില്ല. വലാകിൻ യസഉനി ഖൽബു അബ്ദി അൽ മുഅ്മിൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ, അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ, അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. മനസ്സ് തുറക്കുക, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അതുകൊണ്ടല്ലേ അവസാനത്തെ സൂറത്തിന് അള്ളാന്റെ വീട് നാശാക്കരുതല്ലോ, അല്ലാ 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 എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരത്തെ ഖുർആൻ പറഞ്ഞത് ഖുൽ അഅൂദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ അല്ലദീ യുവസ്വിസു ഫീ
അള്ളാഹ്ക്ക് പാർക്കാൻ പറ്റിയ വീട്, അള്ളാഹ് ഇവിടെ ഒരു വീട് ഒരുക്കിച്ചിട്ടുണ്ട്. ആ വീട് നിങ്ങൾ നാശാകുന്നത് നോക്കണം കേട്ടോ. അത് നാശായാൽ പിന്നെ അള്ളാഹു അവിടെ അള്ളാഹുവിന് പാർക്കാൻ അള്ളാഹു പറഞ്ഞു, എനിക്ക് പാർക്കാൻ ആകാശവും പോരാ, ഭൂമിയും പോരാ. എന്റെ മുഅ്മിനായ അബ്ദിന്റെ ഖൽബ് എനിക്ക് പാർക്കാൻ വീടാക്കാൻ മതിയോ? ഒക്കെ പറ. എന്റെ അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആകാശം പോരാ, ഭൂമിയും പോരാ, അള്ളാഹ്ക്ക് പാർക്കാൻ എന്ത് മതി? എന്ത് മതി? ഖൽബ്. എന്റെ മുഅ്മിനായ അബ്ദിന്റെ ഖൽബ് എനിക്ക് പാർക്കാൻ മതിയാകും, ആകാശവും പോരാ, ഭൂമിയും പോരാ എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് സയ്യിദുനാ മൂസ. ഒരുപാട് ഹദീസുകൾ ഇതിന് സമാനമായി മുത്തുനബി പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് നാശാകരുത്. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് മാലിന്യം വരുന്ന 4 വഴി അടക്കണം. 4 വഴിയുണ്ട്. ഒരു വഴി ഏതാ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു വഴി ഏതാ? ഒരു വഴി ലിഖാഉൽ ഖൽഖാണ്. എപ്പോഴും ദുനിയാവിന്റെ ആളുകളെ കാണാനുള്ള ത്വര അത് അടക്കി വെച്ചാലല്ലാതെ ഒരാൾക്ക് ഖൽബ് ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളെ കണ്ടതോ കാണാതോ അല്ല. സദാസമയം ആരുടെ വർത്താനം, ആരെ കാണാൻ കൊതി? സ്വഹാബത്തിനൊക്കെ കച്ചവടങ്ങളില്ലേ, അവരൊക്കെ എല്ലാവരും വന്ന് സാധനം വാങ്ങിയിരുന്നില്ലേ? അതൊന്നല്ല. അവനാന്റെ കുട്ടികളെ പോറ്റാനുള്ള ഒരു കച്ചവട പീടികയിൽ ആര് വന്ന് സാധനം വാങ്ങിയാനെന്ന അതിൽ ബറും വരും, ഫാജിറും വരും, മുത്തയും വരും, ആസിയും വരും, മുമ്മിനും വരും, അല്ലാത്തവനും വരും. അതൊന്നും ഇവിടെ വിഷയമല്ല. അതൊന്നുമല്ല. കച്ചവടക്കാർ ഇവിടെ അവർ അപ്പുറത്തും ഉണ്ട്. അതിലൊന്നും ബേജാറാവണ്ട. അതല്ല വിഷയം. എപ്പോഴും ഒരു ത്വരയാണ് ആരെ കാണാൻ. ലിഖാഉൽ ഖൽഖ്, ദുനിയാവിന്റെ സൃഷ്ടികളെ കാണാൻ വല്ലാത്ത താല്പര്യം. അതന്നെ. അതിങ്ങനെ പറഞ്ഞാൽ എന്റെ ഓർമ്മയിലുണ്ട്, നമ്മളെ തറവാട്ട് വീട്ടിൽ വല്ലിപ്പാനോട് കൂടെ ചായ കുടിക്കും. വല്ലിപ്പാന്ന് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഉമ്മാൻ്റെ വാപ്പ. അവരാണ് എനിക്ക് റൂട്ട് കാണിച്ചത്. എൻ്റെ ഉമ്മാൻ്റെ വാപ്പ അവരെ കൂടെ അങ്ങനെ തറവാട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കും. അവർ വലിയൊരു സാഹിദായ സൂഫിയായ സ്വാലിഹായ മനുഷ്യനായിരുന്നു. രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടിയിരിക്കും എല്ലാവരും. ഭക്ഷണം കഴിക്കാനിരുന്നാൽ അങ്ങനെ എന്തെങ്കിലും പറയും. എന്താ പറയാ വെച്ചെങ്കിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ വയല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ വയല് കെട്ടിയിരുന്ന വർത്താനം പറയും. മാഫക്കത്തങ്ങൾ പറഞ്ഞ വർത്താനം പറയും. പൂക്കത്തങ്ങൾ പറഞ്ഞ വർത്താനം പറയും. അതായത് വല്ലിപ്പാന് മനസ്സിൽ അവരൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേന് നമുക്ക് ഇവരൊക്കെ തിരിയും. ആര്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ തിരിയും. വലിയ മഹാനായിരുന്നു. അള്ളാഹു അവരെ ദർജയിൽ കൊടുക്കട്ടെ. ബാപ്പക്കത്തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, പൂക്കത്തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവർ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? എന്റെ കണ്ണിന്റെ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ട്, എന്റെ മനസ്സിന്റെ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ വല്ലിപ്പാൻ വിശദീകരണം. എന്തുകൊണ്ട്? അവരെ കൽബിൽ നമ്മൾ ഈ പറഞ്ഞ ഖൽഖിൽ അവർ പെടൂല. അവർ സാധാരണ ഖൽഖല്ല, അവർ അള്ളാന്റെ ഇബാദാണ്. അള്ളാന്റെ ഇബാദത്ത് കാണുന്നതിനനുസരിച്ച് ഈമാൻ കൂടും. സാധാരണ സൃഷ്ടികളെ കാണുന്നതിനനുസരിച്ച് ഈമാൻ കുറയും. എന്റെ കൂടെ വരണട്ടാ, എന്റെ കൂടെ വരണം. അള്ളാന്റെ ഇബാദത്തിനെ കാണുന്നതിനനുസരിച്ച് بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسهر ومجالسات الصالحين الفضلاء. ഖൽബ് നന്നാക്കാനുള്ള മരുന്ന് 5 എണ്ണമാണ്. ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, മഅന ഓർത്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ആഴത്തിൽ ഖുർആൻ ഓതുക. പിന്നെയോ വലിൽ ബത്നിൽ ഖലാ, വയൽ കാലിയാക്കുക. വഖിയാമുലൈലിൻ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. വത്തളറു ബിസ്സഹർ, രാത്രിയുടെ അന്ത്യയാമത്തിൽ പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവോട് ക്ഷമായാചനം ചെയ്യുക. 5ാമത്തെ കാര്യം വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ, ശ്രേഷ്ഠന്മാരായ സ്വാലിഹീങ്ങളെ എപ്പോഴും സഹവസിക്കുക. അപ്പോൾ ഇവിടെ സൃഷ്ടികളെ കാണുന്നതനുസരിച്ച് മനുഷ്യന്റെ ഖൽബിൽ ശൈത്താൻ കയറി വരും എന്ന് പറഞ്ഞ സൃഷ്ടികൾ അവരല്ല. മനസ്സിലായി? ദുന്യാവിന്റെ ആളുകൾ. ഒരു നല്ലവരായി കൂടെ നല്ലവരാകാം. ഇവിടെ മഗ്റൂരിങ്ങളായ ആളുകളെ അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ മുലാൽമാരെ പറ്റി പറയുക, മുലാൽമാരെ വർത്താനം പറഞ്ഞ് സ്വന്തം മക്കളെ ആക്ഷേപിക്കുക. നമ്മളെ കുഞ്ഞവറാന്റെ മകൻ ഗൾഫിൽ പോയിട്ട് 1.5 കൊല്ലായപ്പോഴത്തിന് ആ കൂളിമാട് ചെന്നമംഗലൂർ ഏരിയയിലൊക്കെ എത്രയപ്പോ വാങ്ങിക്കൂട്ടിയത്. എന്നെ ആണല്ലോ, എന്റെ വാപ്പ ആയിപ്പോയല്ല ഞാൻ എന്ന് പറയാം. എന്റെ എനിക്കൊക്കെ പറ്റിപ്പോയത് പഠിച്ചോനെ, എന്നെപ്പോലത്തെ ഒരുത്തന്റെ വാപ്പയായി പോയല്ലോ എന്ന് പറയാം. 10 റുപ്യ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ മാനമര്യാദയ്ക്ക് ഇവിടെ വാപ്പാക്കും ഉമ്മാക്കും കഴിഞ്ഞുകൂടെ, നമ്മളൊക്കെ വന്നൊരു കുറച്ചില്ല എന്ന നിരക്ക് സംസാരിക്കുക. പിന്നെയോ പിന്നെ ആ പൈസ ഉള്ള ആളുകളെ വൽപ്പത്തരങ്ങൾ ഇങ്ങനെ പറയാം. മനസ്സിലായോ? ഇതന്നെ അതാണ് ദുനിയാവിന്റെ ആളുകൾ. അധികാരം. ഒരു
യുർസില ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അല അഷ്റഫി മാൽ വൽ മാൽ എന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ട് ചെന്നായ്ക്കൾ ഒരു ആടിന്റെ അടുത്തേക്ക് വിട്ടു. എന്നാൽ ബിഅഫ്സദ ലഹാ, ആ രണ്ട് ചെന്നായ്ക്കൾക്കും കൂടി ഒരാടിനെ കേടുവരുത്താൻ കഴിയുകയില്ല. മിൻ ഹിർസിൽ മർഇ അല അഷ്റഫി വൽ മാൽ, സ്ഥാനമാനങ്ങളും പണവും തേടി ഓടുന്ന മനുഷ്യർ എൻ്റെ സമുദായത്തെ കേടുവരുത്തുന്ന അത്രയൊന്നും രണ്ട് ചെന്നായ്ക്കൾ ഒരാടിനെ കേടുവരുത്തുകയില്ല. എന്തിനി പറയണ്ട്, എന്താ പറയണ്ട്? എന്നിട്ട് അവരെ താങ്ങി നടക്കുക, അവരെ പോയി പത്രം പറയുക. ഏതെങ്കിലും സാലിഹ്യങ്ങൾ നിർബന്ധാവസ്ഥയിൽ പൈസ ഉണ്ടായതോ, ഏതെങ്കിലും സാലിഹ്യങ്ങൾ നിർബന്ധാവസ്ഥയിൽ അധികാരം കൈവാളുന്നതോ അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ദുനിയാവിൻ്റെ അടിമകൾ വളർത്താനാണ് പറയുന്നത്. രണ്ടും രണ്ടായി നിങ്ങൾ മനസ്സിലാക്കണം. നല്ലത് അന്നും ഇന്നും സാലിഹ്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം പണമൊക്കെ സാലിഹ്യങ്ങൾ ഏത് കാലത്തും കൈകാര്യം ചെയ്തു. പക്ഷേ അത് സാലിഹ്യങ്ങളെ പൊതുമുഖമല്ല. അത് അള്ളാഹു സാലിഹ്യങ്ങൾക്ക് പൈസ കൊടുത്തതും സാലിഹ്യങ്ങൾക്ക് അധികാരം കൊടുത്തതും ഉമ്മത്തിന് അള്ളാഹു തആല ചെയ്ത റഹ്മത്താണ്. അത് എപ്പോഴും ഉണ്ടാവില്ല. ഭൂരിഭാഗം ആ സാധനം മറ്റൊരു കയ്യിലായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മാലി വലി ദുനിയാ കറാകിബിൻ റാഹ തഹ്ത ഷജറത്തിൻ വസ്തളല്ല റാഹ ثم تركها മുഹമ്മദ് മുസ്തഫ. മാലി വലി ദുനിയാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ ثم راح وتركها എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. എനിക്ക് ദുനിയാവ് എന്തിനാ? എനിക്കെന്തിനാ ദുനിയാവ്? കറാകിബിൻ, ഞാൻ ഒരു യാത്രക്കാരനെ പോലെ. ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ, വെയിൽ കൂടിയപ്പോൾ യാത്രക്കാരൻ ഒരു മരത്തിന്റെ തണലിൽ അല്പനേരം നിന്നു. ثم راح وتركها, പിന്നെ അത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. മനസ്സിലായില്ലേ? കാറ്റോടിയപ്പോൾ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അത്രേ ഞാനും ദുനിയാവും തമ്മിൽ ബന്ധമുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് സ്ഥാനമാനങ്ങളും പണവും തേടി ഓടുന്ന ആളുകൾ, രണ്ട് ചെന്നായ്ക്കൾ ഒരാടിനെ കേടുവരുത്തുക, രണ്ട് ചെന്നായ ഒരാടിനെ കേടുവരുത്തുന്ന പണവും അധികാരവും തേടിപ്പോടുന്ന ആളുകൾ എന്റെ സമുദായത്തെ കേടുവരുത്തുന്ന അത്രയൊന്നും രണ്ട് ചെന്നായ്ക്കൾ കൂടിയിട്ട് ഒരാടിനെ കേടുവരുത്തുകയില്ല. അതാണ് ഞാൻ പറഞ്ഞ ഖൽഖ്. പണത്തിന്റെയും അധികാരത്തിന്റെയും പിന്നാലെ ഓടുന്നവർ. ഖൈറുൽ ഉമറാഇ മൻ യസൂറുൽ ഉലമാഅ വശറുൽ ഉലമാഇ മൻ യസൂറുൽ ഉമറാഅ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഖൈറുൽ ഉമറാഇ മൻ യസൂറുൽ ഉലമാഅ, ഖൈറുൽ ഉമറാഅ, ഭരണാധികാരികളിൽ ഏറ്റവും നല്ല ഭരണാധികാരികൾ മൻ യസൂറുൽ ഉലമാഅ, ആലിമീങ്ങളെ കാണാൻ എപ്പോഴും വരുന്നവരാണ്. വശറുൽ ഉലമാഇ, ആലിമീങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ മൻ യസൂറുൽ ഉമറാഅ, അധികാരികളെ കാണാൻ എപ്പോഴും അങ്ങോട്ട് നടക്കുന്നവരാണ്. സുബ്ഹാന ജല്ല വഅല. അവർ രണ്ടു കൂട്ടരുടെയും അവസ്ഥ ആലോചിക്കും, ചിന്തിച്ചോ? ഖൈറുൽ ഉമറാഇ മൻ യസൂറുൽ ഉലമാഅ വശറുൽ ഉലമാഇ മൻ യസൂറുൽ ഉമറാഅ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് 4 ശത്രുക്കൾ ഉണ്ട്. ഒന്നാമത്തെ ശത്രു എന്താണ്? ഒന്നാമത്തെ ശത്രു ദുനിയാവാണ്. ആ ശത്രുവിന്റെ ഒന്നാമത്തെ ശത്രു ദുനിയാവാണ്. ദുനിയാവിൽ നമ്മളെ ഉള്ളിൽ കയറിക്കൂടാനുള്ള ഒരു മാർഗം നമ്മൾ സദാസമയം ആരെ കാണലാണ്? ദുനിയാവിന്റെ ആളുകളെ കാണാൻ നടന്നാൽ ദുനിയാവ് നമ്മളിൽ കയറിക്കൂടും. അതിന് പരിഹാരം എന്താ? വസിജ്നുഹു വസിജ്നുഹാ, ദുനിയാവിനെ ജയിലിലിടാനുള്ള വഴി എന്താ? ഇഅ്തിസാലുൻ അനിൽ ഖൽഖി, അത്തരം ആളുകൾ തേടുന്നത് നമ്മൾ അവസാനിപ്പിക്കുക. പൈസക്കാരെയും രാഷ്ട്രീയക്കാരെയും തേടി നടക്കുന്ന പണി നമ്മൾ അവസാനിപ്പിക്കുക. രാവും പകലും മെനക്കെടുന്ന പണി അവസാനിപ്പിക്കുക. നമുക്ക് ഒഴിവ് കിട്ടിയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുക, മഹാന്മാരുടെ ചരിത്രം വായിക്കുക, ജീവിച്ചിരിക്കുന്ന സാലിഹ്യങ്ങൾ അന്വേഷിച്ചു പോവുക. ഒരു സാലിഹായ മനുഷ്യൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ചു. ഇന്നലെ 7ആയിരുന്നു, ഞാനും പങ്കെടുത്തു. മഹാനായ മൂലിയാർ ഹംസ മുസ്ലിയാർ, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഒരു രാജാവിന് കിട്ടോ ആ അംഗീകാരം? എന്ത് കിട്ടുന്നു? ഒരു രാജാവിന് എന്ത് അംഗീകാരം കിട്ടാനാണ്? അങ്ങനെ രാജാവ് മരിച്ചാൽ കഴിഞ്ഞില്ലേ? ആരാ മരിച്ച രാജാവിനെ പേടിക്കുക? നേരെ മറിച്ചോ, ജീവിതകാലത്ത് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മഹാനെ മരിച്ചാൽ പേടിക്കും. ജീവിതകാലത്ത് പേടിക്കും. നിങ്ങൾ ചിന്തിക്കണം. പനങ്ങാങ്ങരയിലെ ഒരു സാധുവായ മിസ്കീനായ മനുഷ്യൻ, ഒരു പനങ്ങാങ്ങരയിൽ മിസ്കീനെ പോലെ ജീവിച്ച ഒരു മനുഷ്യനെ ഒരു നാട്ടിൽ മാത്രം ദർസ് നടത്തിയത് 46 കൊല്ലം. മുരിയാടി എന്ന ദേശത്ത് മാത്രം ദർസ് നടത്തിയത് ഈ സ്വാലിഹായ മനുഷ്യൻ 46 കൊല്ലം. സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുത്ത ആൾ. ആ മനുഷ്യൻ മരിച്ച 7-ന്റെ അന്ന് ഇന്നലെ ഞാൻ ആ മനുഷ്യന്റെ അനുസ്മരണത്തിന് വേണ്ടി പോയിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു നാട് മുഴുവനും വണ്ടി നിർത്താനും സൗകര്യത്തിനും വിട്ടുകൊടുത്തു. നാട്ടിലെ ആളുകൾ മുഴുവനും അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു.
എന്ത് കാരണം? പേടിക്കാം. എന്തുകൊണ്ട്? ഒരാൾ അള്ളാഹുവിനെ പേടിച്ചാൽ അയാളെ എല്ലാവരും പേടിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അപ്പോൾ ഈ ഹൽക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ മൂര്യാട് ഉസ്താദിനെ പോലത്തെ മഹാന്മാർ പെടൂല, പൂക്കോയ തങ്ങളെ പോലത്തെ ഒരു പെടൂല, ബാബക്ക തങ്ങളെ പോലത്തെ ഒരു പെടൂല, ഹൈദരാബാദ് തങ്ങളെ പോലത്തെ ഒരു പെടൂല. അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ദുനിയാവ് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും അവർ ദുനിയാവിന്റെ അയൽക്കാരല്ല. അവർ ദുനിയാവിൽ മസ്ലഹത്തുണ്ടാകാൻ വേണ്ടി മാത്രമാണ് നിർബന്ധാവസ്ഥയിൽ ദുനിയാവ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം എന്തല്ല, ജീവിച്ചാലും മരിച്ചാലും അവരുടെ ലക്ഷ്യം എന്തല്ല, ദുനിയാവല്ല. ദുനിയാവിന്റെ ആളുകളെ തേടി നടന്നാൽ ഹൃദയത്തിൽ ആര് കയറി വരും? ദുനിയാവ് കയറി വരും. ദുനിയാവാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ മദ്ഖൽ. ദുനിയാവിൽ കയറിയാൽ ഒപ്പം ആര് കയറും? പിന്നെയോ ഈ പിശാച് നേരിട്ട് കയറി കൂടും. വേറൊരു വഴി, പിശാച് കയറി നേരിട്ട് കയറും. നേരിട്ട് കയറും. അതെങ്ങനെ പിശാച് നേരിട്ട് കയറുന്ന വഴി എങ്ങനെയാ? സിലാഹുഹു, പിശാച് കയറുന്ന വഴി എന്ന് പറഞ്ഞാൽ വയറ് നിറയലാണ്. വസിജുനുഹു, പിശാചിനെ ജയിലിടാനുള്ള വഴി. അൽജുഉ, വിശപ്പാണ്. തീറ്റ 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 തീറ്റ, തിന്ന 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 എന്ന് പറഞ്ഞൊരു ജനത ഇതിന്റെ ഉള്ളിൽ ആര് കയറും? ഉറപ്പ്. ഇത് ഉറപ്പിച്ചോളൂ. നമ്മൾ ഇന്ന് 99% ആളുകളെയും ഉള്ളിൽ ഈ വഴിയിൽ ആര് കയറി? പിശാച് കയറി. എൻ്റെ കുട്ടിക്കാലം ഇപ്പോൾ നമ്മൾ വ്യത്യാസമുണ്ട്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നാട്ടിൽ 99% ജനങ്ങളെ അവസ്ഥ ഞാൻ പറയാം. 99% ആളുകൾക്കും ഒരു നേരം കഴിഞ്ഞാൽ അടുത്ത നേരത്തെ പറ്റി ആദ്യ, പിന്നെ മര്യാദക്കൊരു ഭക്ഷണം ചിലപ്പോൾ ഒരു നേരം കഴിക്കും. പിന്നെ ചക്ക, മാങ്ങ, പൂള, പഴയ പൂള ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് അങ്ങനെ ജീവിക്കും. അത് കുറഞ്ഞ് തിന്നാൽ തന്നെ അവർക്ക് നിറയും. ആഴ്ചയിൽ ഒരിക്കൽ 26-29 ആളുകളുള്ള വീട്ടിൽ ഒരിക്കൽ ഇറച്ചി വാങ്ങും. വെള്ളിയാഴ്ച രാവിലെ 4 അപകടകരമായ വഴിയെ തടയണം. അല്ലാതെ ഈമാൻ തവക്കുലും നിലനിർത്താൻ കഴിയും. ഒന്നെന്ത്? ദുനിയാവിനോടുള്ള താല്പര്യം. അങ്ങനെ ആ ദുനിയാവിന്റെ താല്പര്യം എങ്ങനെ കയറുക? നമ്മൾ ദുനിയാവിന്റെ ആളുകളെ കാണാൻ നടക്കലും അവന്റെ മഹത്വം പറയുന്നതനുസരിച്ച് അതുവഴി ശൈത്താൻ കയറും. പിന്നെ രണ്ടാമത്തെ വഴി ശൈത്താൻ നേരിട്ട് കയറും. ശൈത്താൻ നേരിട്ട് കയറാനുള്ള വഴി ഏതാ? വയറെന്നറിയാം. ദുനിയാവ് കയറുന്ന വഴി അടക്കണമെങ്കിൽ ഈ സൃഷ്ടികളിൽ നിന്ന് വിട്ടിക്കണം, ദുനിയാവിന്റെ ആളുകളിൽ നിന്ന് വിട്ടിക്കണം. പിശാച് നേരിട്ട് കയറുന്ന വഴി അടക്കണമെങ്കിൽ എന്ത് ചെയ്യാം? വിശക്ക. രക്തം നടക്കുന്നിടത്തെല്ലാം ആര് കയറും? പിശാച് നേരിട്ട് കയറും. നിങ്ങൾ തടസ്സപ്പെടുത്തണം മജാരിയഹു, അവന്റെ നടവഴികളെ, ബിൽ ജൂഇ, വിശപ്പുകൊണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇമാം ഗസ്സാലി തങ്ങൾ റളിയല്ലാഹു അൻഹു കസ്റു ശഹവതൈൻ എന്ന അധ്യായത്തിൽ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്റു ശഹവതൈനിൽ കാണാം. കസ്റു ശഹവതൈൻ എന്ന അധ്യായത്തിൽ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് കാണാം. എന്ത്? ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, രക്തം നടക്കുന്നിടത്തെല്ലാം ആര് കയറും? നിങ്ങൾ തടസ്സപ്പെടുത്തണം മജാരിയഹു, പിശാചിന്റെ നടവഴികളെ, ബിൽ ജൂഇ, വിശപ്പുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെയും തന്റെ അഹ്ലു ബൈത്തിനെയും വിശപ്പിന് പ്രേരിപ്പിച്ചു, അതിന് സൗകര്യമൊരുക്കി എന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണി കിടന്നു എന്നല്ല. ആരെ ഒഴിവാക്കി? للخلق كلهم وشد من صغب أحشاه وطوى تحت الحجارة كشحا مطرف الأدمين. ലോലമായ ചർമ്മമുള്ള നനുനനുത്ത മനോഹരമായ വയറിന്റെ പുറത്ത് നബി എന്ത് വെച്ച് കെട്ടി? കല്ല്, കരിങ്കല്ല്. അങ്ങനെ ആ മുത്തുനബി ഏറെയും ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ തൊട്ടടുത്ത വരി എന്താ? വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമിൻ. സ്വർണത്തിന്റെ പർവ്വതങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്തിനെയും കൊണ്ടുവന്നു സയ്യിദുനാ ജിബ്രീൽ എന്ന് പറഞ്ഞു. ഈ പർവ്വതങ്ങൾ ശത്രുക്കളെ മേൽ മറിച്ചിടാൻ അള്ളാന്റെ കൽപ്പനയുണ്ട്. വേണ്ട വേണ്ട, അവർ നന്നാകലാണ് എന്റെ ലക്ഷ്യം. എന്നാൽ ഈ സ്വർണ്ണങ്ങൾ, ഈ മലകൾ ശത്രുക്കളെ മേൽ മറിച്ചിടാൻ അള്ളാന്റെ കൽപ്പനയുണ്ട്. അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട. എന്നാൽ അങ്ങ് അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് പകരമായി ഈ പർവ്വതങ്ങളെല്ലാം സ്വർണ്ണമാക്കി അങ്ങേ ഏൽപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അപ്പോൾ പറഞ്ഞ വാക്കാണ് മാലി വലി ദുനിയ ഖറാകിബിൻ തവല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റാഹ വതറകഹ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ മരച്ചോട്ടിൽ വിശ്രമിച്ചവനെ പോലെയല്ലേ, എനിക്കെന്തിനാണ് ദുനിയാവെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഹബീബ റസൂലുള്ളാഹ് വിശന്നത് കിട്ടാത്തോണ്ടല്ല. എന്ത്? ഭക്ഷണത്തിലൂടെ ആര് കയറും?
അത് ഉമ്മത്തിനെ പഠിപ്പിക്കുക. അത് തശ്രീഅാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസ് സൂഫി വര്യന്മാരിൽ മഹാനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇനിയാസുൽ കൗലഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 1383 ഈ അടുത്ത കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അവരുടെ വഫാത്ത്. 14-ാം നൂറ്റാണ്ടിലെ സൂഫി ചക്രവാളത്തിലെ നക്ഷത്രങ്ങളിൽപ്പെട്ട നക്ഷത്രമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസുൽ കൗലഖി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ഫീ റിയാദ് തഫ്സീർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ആദ്യം വായിച്ചത്. ഷെയ്ഖ് മുത്തവല്ലി ഷാറാബിയുടെ ഖവാത്തിറുൽ ഈമാനിയ എന്ന ഗ്രന്ഥമാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട 20-ാം നൂറ്റാണ്ടിലെ സൂഫി ചക്രവാളത്തിലെ മഹാനേതാവായിരുന്ന മഹാസൂഫി വര്യനും ആലിമും ആശിഖുർ റസൂലും ആയിരുന്ന ഇബ്രാഹിം ഇനിയാസുൽ കൗലഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫീ റിയാദ് തഫ്സീർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത്. ശൈത്താൻ നമ്മളെ വേട്ടയാടാനുള്ള ആയുധം അശ്ബഉ എന്താണ്? വയറ് നിറയലാണ്. വസിജ്നുഹു ശൈത്താനെ ജയിലിലിടാനുള്ള വഴി അൽ ജുഉ വിശപ്പാണ്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണമില്ലാത്ത ഒരു പരിപാടിയില്ല. ഭക്ഷണം. നല്ല മൂത്ത മനുഷ്യന്മാരൊക്കെ ആഴ്ചയിൽ 2 നോമ്പ് വെച്ചിരുന്നു. മൂത്ത മനുഷ്യന്മാർ ആഴ്ചയിൽ 2 നോമ്പ് വെച്ചിരുന്നു. പാടത്തെ പണി ഉണ്ടെങ്കിൽ നോമ്പ് കൊടുക്കും. ഇന്ന് ഒരു പണിയില്ല, നോമ്പ് കൊടുക്കില്ല. ആഴ്ച 2 നോമ്പ്, ഒന്ന് തിങ്കളാഴ്ചയും ഒന്ന് ഞായറാഴ്ച. ഒരു നിർബന്ധമില്ല. ബാക്കിയൊക്കെ എൻ്റെ അവസ്ഥ നന്നാവണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ തടസ്സപ്പെടുത്തണം മജാരിയഹു പിശാചിന്റെ നടവഴികളെ. ബിൽ ജൂഇ പിശാചിനെ തടയണമെങ്കിൽ നിങ്ങൾ തടസ്സപ്പെടുത്തണം മജാരിയഹു പിശാചിന്റെ നടവഴികളെ തടസ്സപ്പെടുത്തേണ്ടത് ബിൽ ജൂഇ വിശപ്പ് തയ്യാറാകണം. ഇല്ല, തിന്നാത്ത കാലത്ത് 2 നോമ്പ് വെച്ചിരുന്നു ആഴ്ചയിൽ. ഇന്ന് തിന്ന് കൂട്ടം കൂട്ടിയിട്ടും തയ്യാറില്ല. എന്തുകൊണ്ട്? ശൈത്താൻ വയ്ക്കൂല. അൽ ഇൻസാൻ മനുഷ്യൻ മനുഷ്യന് വിശന്നു പോയാൽ പിശാചിനെ ജയിലിലാക്കപ്പെടും. മാതാമലം യൗകുൽ തിന്നാത്ത കാലം അത്രയും. മുഅ്മിനീങ്ങൾ അവസ്ഥയിൽ പറയുന്നത്, മുഅ്മിനീങ്ങൾ എന്ത് കാര്യത്തിൽ തിന്നാതിരിക്കുക? പിശാചിനെ തടയണമെന്ന് വിചാരിച്ചിട്ട് തീറ്റ കുറക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്താൽ അതനുസരിച്ച് ആരെ ജയിലാക്കാൻ കഴിയും? പിശാചിനെ ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. മുഅ്മിന്റെ അവസ്ഥ പറയുന്നത്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പിശാചിനെ തടയാൻ കഴിയും. എപ്പോൾ? മുഅ്മിനായ മനുഷ്യൻ വിശന്നാൽ ഊണും ഉറക്കമൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നോറ്. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് അവിടെ പറഞ്ഞതാ. ഒരാണ്ടൊന്നുമല്ല, കൊല്ലങ്ങൾ. അശ്റഫിന്റെ ഭാഗത്ത് 10 കൊല്ലം 20 കൊല്ലമൊക്കെ നോമ്പ് നോറ്റ മഹാന്മാര് ചരിത്രം പറയാൻ എനിക്കറിയും. എന്തുകൊണ്ട് അവർക്ക് ഉറങ്ങണ്ട? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ശിഹാബ് തങ്ങളുടെ ഉസ്താദാണ് അബ്ദുൽ ഹലീം മഹ്മൂദ്. അവരുടെ ശൈഖാണ് ബഹുമാനപ്പെട്ട, അവർ ഏറ്റവും ആദരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഹാഫിദുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ വഫാത്താവുന്നത് 978-ലാണ്. 975-ലാണ് ശിഹാബ് തങ്ങൾ മിസ്രിൽ നിന്ന് തിരിച്ചു വരുന്നത്. 978-ലാണ്. അതായത് ശിഹാബ് തങ്ങൾ മിസ്രിലുള്ള സമയത്ത് മിസ്രിൽ ജീവിച്ചിരുന്ന മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട ഹാഫിദുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ 40 കൊല്ലത്തിലേറെ ഉറങ്ങിയിട്ടില്ല. സ്വല്ല സുബ്ഹ ബഅദൽ ബിവുളൂഇൽ ഇശാഇ അക്സറ മിൻ 40 സന എന്ന് ഈ കിതാബിന്റെ മുസന്നിഫായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാബി പറഞ്ഞ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാബിയുടെ ഉസ്താദാണ് ഹാഫിദുൽ മിസ്രി. തന്റെ ഉസ്താദിനെ പറ്റി ഷഅറാബി തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ ഉസ്താദ് 40-ലേറെ കൊല്ലം ഉറങ്ങിയിട്ടില്ല. സ്വല്ല സുബ്ഹ ബിവുളൂഇൽ ഇശാഇ 40 സന അക്സറ മിൻ 40 സന എന്നല്ല. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആലിമീങ്ങളിൽ ഒരാളാണ് അലി ജുമാ. ബഹുമാനപ്പെട്ടവര് മിസ്രിലെ മുഫ്തിയായ ഗ്രാൻഡ് മുഫ്തിയാണ് ആയിരുന്നു. ബഹുമാനപ്പെട്ട അസ്ഹറിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ആര്? ഷെയ്ഖ് അലി ജുമാ. കേട്ടിട്ടില്ലേ? അലി ജുമായുടെയും ഉസ്താദാണ് ആര്? ഹാഫിദുൽ മിസ്രി തങ്ങൾ. അലി ജുമായും പറയുന്നുണ്ട്, എന്റെ ഉസ്താദ് ഹാഫിദുൽ മിസ്രി തങ്ങൾ 40-ലേറെ കൊല്ലം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ 40 കൊല്ലം ബഹുമാനപ്പെട്ടവര് നിലവേറും എന്ന് പറഞ്ഞത് അന്നല്ല, ഇന്നുണ്ട്. ഇപ്പോഴോ? ഇപ്പോൾ ഉണ്ടാവും, നമുക്കറിയില്ല. സാധ്യതയുള്ള ആളുകളെ എനിക്കറിയും. ഇനി അവര് മരിച്ചാൽ താരീഖ് വെളിവാകും. ഹാഫിദുൽ മിസ്രി തങ്ങളുടെ ഈ ചരിത്രം സൂര്യപ്രകാശം പോലെ സത്യമാണ്. നിഷേധിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിഷേധിച്ചോട്ടെ, നിഷേധിക്കാൻ കഴിയില്ല. ഹാഫിദുൽ മിസ്രി തങ്ങളുടെ ഈ ചരിത്രം വളരെ പ്രധാനമാണ്. മാത്രമല്ല, മഹാനായ മുഹമ്മദ് അലവി മാലിക്കിയെ കേട്ടിട്ടില്ലേ?
അലവി മാലിക്കിയുടെ ഉസ്താദും ആണ്, അലി ജുമയുടെ ഉസ്താദും ആണ്, ബഹുമാനപ്പെട്ട ഷാറാബി തങ്ങളുടെ ഉസ്താദുമാണ്. ആര്? ബഹുമാനപ്പെട്ട ഹഫീദ് മിസ്രി തങ്ങൾ. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തറിയപ്പെട്ട മശായിഖന്മാരാണ് ഇവരെല്ലാം. അവരുടെ ഉസ്താദായ ഹഫീദ് മിസ്രി തങ്ങൾ റഹ്മഹുല്ലാഹ് 978 വഫാത്തായ അവരെ അവസ്ഥ എന്താ? 40-ലേറെ കൊല്ലം ഉറങ്ങിയിട്ടില്ല എന്ന് ഖാദിമീങ്ങളും ശിഷ്യന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? യാവും പകലും തിന്നണ പണി ഇല്ല. നമ്മളെ തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. താരീഖ് നമുക്കറിയില്ല, വാതിലൻ അടച്ചാൽ എന്താ നടന്നതെന്ന് അറിയില്ല. ഒരു ചായ കുടിച്ചെങ്കിൽ കുടിക്കും ഒരു ദിവസം. അങ്ങനത്തെ എത്രയോ സംഭവം എനിക്കറിയാം. ഒരു ദിവസം ഒരു അരച്ചായ കുടിച്ചെങ്കിൽ കുടിക്കും. കിട്ടാത്തതുകൊണ്ടാണോ? ഇല്ല, അവരെ കയ്യിൽ ജനങ്ങളെ ഏൽപ്പിച്ച സമ്പത്ത് കൊണ്ടാണ് പിന്നീട് വലിയ പണി അവിടെ നടത്തിയത്. ആ സമ്പത്തെമ്പാടുണ്ട്. അവരെ കയ്യിൽ ജനങ്ങളെ ഏൽപ്പിച്ച സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ അവർ വഫാത്തിന് ശേഷം ആ സമ്പത്ത് കൊണ്ട് ഒരുപാട് പണി നടത്തി. ഒരു കാലിച്ചായ കുടിച്ചാൽ ആരെയും കൊണ്ടുവന്ന അരച്ചായ കുടിച്ചിട്ട് അരച്ചായ അവനെ കൊടുക്കും. എന്തുകൊണ്ട്? അവർക്ക് അതിന്റെ ആവശ്യം ഇല്ല. അവരാരെ തടസ്സപ്പെടുത്തിയതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. തവക്കുലും ഈമാനും ഉണ്ടാകണമെങ്കിൽ വേണ്ട 4 അപകടങ്ങളെ തടയാൻ വേണ്ടി 2 അപകടം പറഞ്ഞു. ഒന്ന്, ദുനിയാവിനെ ആളുകളുമായുള്ള ബന്ധത്തെ നമ്മൾ കുറക്കണം. അതിനുവേണ്ടി പായുന്ന പണി അവസാനിപ്പിക്കണം. അത് ആവശ്യത്തിന് മതി. 2, നമ്മൾ രാവും പകലും തിന്നാൻ നടക്കുക. على النبي صلى الله لا إله إلا الله